വണക്കം, നമസ്കാരം, സത് ശ്രീ അകാൽ. അനിമൽ ഹിന്ദി മൂവിയാണ്. രൺവീർ കപൂറിന്റെ നല്ല പക്ക മൂവീസിൽ ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ബോബി ഡിയോളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ബോബി ഡിയോളിന് അത്രയും സെറ്റപ്പായിട്ട് തന്നെ എന്താ പറയാ, സഹോദരങ്ങളായിട്ടാണ് അഭിനയിച്ചിരിക്കണമെങ്കിൽ പോലും രൺവീറാണ് അതിനകത്ത് തകർത്തേക്കണം. അപ്പൊ രൺവീർ കപൂറിന്റെ ചിത്രങ്ങളിൽ ഏട് വയ്ക്കാവുന്ന ഒരു സിനിമയാണ് ദി അനിമൽ. ഇനി അനിമൽ പാർക്ക് എന്ന് പറഞ്ഞ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അസീസ് എന്ന് പറഞ്ഞ ഒരു നെക്സ്റ്റ് കഥാപാത്രമായിട്ട്. മേ ബി സന്ദീപ് റെഡ്ഡിയുടെ ഡയറക്ഷനിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ലാഗുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ലാഗ് എന്ന് പറഞ്ഞാൽ ഒരു ലാഗ് എനിക്കത് ഫീൽ ചെയ്തില്ല. ഇരുന്നങ്ങ് കാണുക. ഒരു ലോകത്ത് ദൈവം സൃഷ്ടിക്കുന്ന മനുഷ്യരില് എല്ലാവരും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു നമ്പർ 1 മൂവി എന്ന് വേണമെങ്കിൽ പറയാം. 100 കോടി ബഡ്ജറ്റിലെടുത്ത മൂവി ഏകദേശം 1000 കോടിയോളം കളക്ട് ചെയ്തിട്ടുണ്ട്. 978 കോടിയാണ് വിക്കിപീഡിയയിലേക്ക് കിടക്കുന്നത്. എങ്കിൽ പോലും 1000 കോടിയോളം കളക്ട് ചെയ്തിട്ടുണ്ട്. ദ നെക്സ്റ്റ് ജനറേഷൻ, ദ ലാസ്റ്റ് ഫൈനൽ ക്ലൈമാക്സിൽ അവര് ഇട്ട മ്യൂസിക് ലാസ്റ്റ് മ്യൂസിക് ഹർഷവർദ്ധനാണ്. ഹർഷവർദ്ധന്റെ ആ ലാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്, അസീസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. ആ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിനകത്ത് എടുത്ത് നല്ല തകർത്തിട്ടുണ്ട്. അത് നമ്മുടെ വേറൊരു തെലുങ്ക് മൂവിയിലും ഉണ്ട് അതിന്റെ ഒരു പാർട്ട്. അത് നമുക്ക് കോപ്പി അടിയെന്നൊന്നും പറയാൻ പറ്റൂല. എങ്കിൽ പോലും ചിലവർക്ക് മംഗൾവാരം ഞാൻ പറയുന്നില്ല, ചിലർക്കെങ്കിലും സമ്മൺ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്. അപ്പൊ അതൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കണ ഒരു മൂവിയാണ് അനിമൽ. ഫുൾ അഡൽട്ട് കണ്ടന്റ് ഉണ്ട്. എങ്കിലും നമുക്ക് സന്തോഷപൂർവ്വം ത്രില്ലടിച്ചിരുന്ന് രാത്രി ആണുങ്ങൾക്കാണെങ്കിൽ 2 പെഗൊക്കെ അടിച്ചിരുന്ന് അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റിയ നല്ല സൂപ്പർ മൂവിയാണ്. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. കണ്ടു നോക്കുക. അനിമൽ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ടെലിഗ്രാമിലൊക്കെ അതിന്റെ നല്ല പ്രിന്റ് ഉണ്ട്. മാക്സിമം നെറ്റ്ഫ്ലിക്സിൽ തന്നെ കാണാൻ നോക്കുക. 4K ഡിജിറ്റൽ ക്ലാരിറ്റിയിൽ കാണുമ്പോൾ അതിന്റെ ഒരു ഇത് പെർഫെക്ഷൻ വേറെ തന്നെ ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.